നമസ്കാരം. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടെ എന്ന്. ഞാൻ അവരോടൊക്കെ പറയും, ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഈ ചോദ്യമെന്ന്. അത്രയധികം ഉത്തരവാദിത്വവും അത്രയധികം ടെൻഷനുമുള്ള ഒരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനേക്കാൾ ടെൻഷനുള്ള മറ്റൊരു ജോലി എടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. അതേസമയം ജീവിതത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരു വർഷമെങ്കിലും ആരോഗ്യമന്ത്രിയാവണം എന്നാണ്. കാരണം ഞാൻ വേദനയോടെ ദുഃഖത്തോടെ പല മെഡിക്കൽ കോളേജുകളിലെയും താലൂക്ക് ആശുപത്രികളിലെയും ജനറൽ ആശുപത്രികളിലെയും ദയനീയ സ്ഥിതി മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് മന്ത്രിയാണെന്നും പറഞ്ഞ് കുറേ ഊളന്മാരിതിലെ നടന്നിട്ട് ഇതിങ്ങനെയായിരിക്കുന്നത് എന്നോർത്ത് ഖേദിക്കുകയും വേദനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രികൾ. അവരുടെ കയ്യിൽ കാശില്ല. അവർ സർക്കാർ ആശുപത്രികളിൽ അവരുടെ ജീവനുമായി പോയി കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ, രോഗിക്ക് കിടക്കാൻ ഇടം പോലുമില്ലാത്ത ഗതികെട്ട അവസ്ഥ കാണുമ്പോൾ സർക്കാരിനെ ശപിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെ ശപിച്ചിട്ടുണ്ട്. അതിന് ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അത്തരം ചില ആശയങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടും എന്നെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തോട് മടുപ്പാണെങ്കിലും ഞാൻ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവരെ സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ കുറച്ചു കാലം മാത്രം ആരോഗ്യമന്ത്രിയായിരുന്ന VM സുധീരൻ ചില ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തിന് ആശുപത്രി മാഫിയകളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു. അത്രമാത്രം ശക്തമാണ് പഞ്ചനക്ഷത്ര ആശുപത്രി ഫാർമ മാഫിയ. അവരാണ് നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ജീവന് വില പറഞ്ഞുകൊണ്ട് ഈ നാട് അടക്കി വാഴുന്നത്. പിണറായി ഭരണകാലത്ത് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യ ആശുപത്രി മേഖലയിൽ മാത്രമാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന് കാരണം ഏറ്റവും അധികം ചൂഷണ സാധ്യത, ഏറ്റവും അധികം ലാഭമുള്ള ഏറിയ എന്നതുകൊണ്ടാണ്. അതിനെ മറികടക്കാൻ, അതിജീവിക്കാൻ ഒരു മന്ത്രിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇച്ഛാശക്തിയില്ല. എന്നാൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാനൊരു കാര്യം പറയട്ടെ. ആരോഗ്യമന്ത്രി ആവണം എന്ന എൻ്റെ ആഗ്രഹം ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. കാരണം ഈ നാടിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്വ ബോധവും ഇച്ഛാശക്തിയുമുള്ള ഒരു ആരോഗ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, കെ മുരളീധരൻ. മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് 10 ദിവസം തികയുന്നതിന് മുൻപ് അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ വിശ്വസിച്ചെന്ന് വരില്ല. ഏതു സാധാരണ മനുഷ്യനും ആശ്വസിക്കാൻ കഴിയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിനോടകം ചെയ്തത്. സ്വകാര്യ ആശുപത്രി ഫാർമ മാഫിയെ എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. പക്ഷേ ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അഹങ്കാരമായി കണക്കാക്കരുത്. കെ മുരളീധരൻ എന്ന നേതാവിൻ്റെ ഇച്ഛാശക്തിയും രാഷ്ട്രീയ സീനിയോറിറ്റിയും മൂലം ഈ ഒരു മാറ്റത്തിന് പറ്റിയ നേതാവ് അദ്ദേഹമാണെന്നറിഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു, മത്സരിക്കുകയാണ്, മന്ത്രിയാവുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് തന്നെ ഏറ്റെടുക്കണമെന്ന്. അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് എന്നോട് സംസാരിച്ചു. കുഴപ്പം പിടിച്ച ഒരു വകുപ്പല്ലേ എന്ന് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകനും എന്നോട് ചോദിച്ചു. കാരണം എല്ലാ ആരോഗ്യമന്ത്രിമാരും നാറാറുണ്ട്, അതിൽ തല വെച്ചു കൊടുക്കണോ എന്നായിരുന്നു അവരുടെ സംശയം. എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, എങ്ങനെ ഞെട്ടിക്കുന്ന ഫലമുണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ അവരോട് എൻ്റെ ആശയമേ പറഞ്ഞു കൊടുത്തു. വകുപ്പ് വിഭജന സമയത്ത് ഞെട്ടിക്കുന്നൊരു വാർത്ത വരുന്നു, AP അനിൽകുമാർ ആയിരിക്കും ആരോഗ്യമന്ത്രി എന്നത്. ഞാൻ അന്നും അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഒരു തരത്തിലും വിട്ടുകൊടുക്കരുത്. കാരണം ആരോഗ്യ വകുപ്പിലാണ് ഇവിടെ യഥാർത്ഥ മാറ്റങ്ങൾ വരേണ്ടത്. ഒടുവിൽ ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രിയായി. 1 രൂപയുടെ ലാഭം മന്ത്രി മുരളീധരനിൽ നിന്നോ ആരോഗ്യവകുപ്പിൽ നിന്നോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായപ്പെട്ടിരുന്നു, ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ള ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായിരിക്കുന്ന ഡോക്ടറെ പ്രൈവറ്റ് സെക്രട്ടറിയായി എടുക്കുന്നത് ആലോചിക്കണമെന്ന്. പക്ഷെ അദ്ദേഹം എടുത്തത് ഉണ്ണികൃഷ്ണനായിരുന്നില്ല, ഡോക്ടർ സുനിലിനെ ആയിരുന്നു. വാസ്തവത്തിൽ എനിക്ക് ബോധ്യമായി, ഞാനല്ല, അദ്ദേഹമാണ് ശരി. ഉണ്ണികൃഷ്ണൻ മിടുക്കനാണ്, പക്ഷേ ഡോക്ടർ സുനിലിന് പകരം ഡോക്ടർ സുനിൽ മാത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സൂപ്രണ്ടായിരുന്നു അദ്ദേഹം. യൂറോളജി വിഭാഗം മേധാവിയായിരുന്നു. ഏതാണ്ട് 15 വർഷമായി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നു. എന്താണ് ഒരു മെഡിക്കൽ കോളേജിന്റെ കുഴപ്പം എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്താണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ പ്രശ്നം എന്ന് അദ്ദേഹത്തിന് അറിയാം. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ തന്നെ ജീവിതം മുഴുവൻ ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ സുനിൽ കുമാർ. അദ്ദേഹത്തെയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി എടുത്തത്. അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും
മന്ത്രി മുരളീധരന്റെ ഇച്ഛാശക്തിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടിയായപ്പോൾ അടിമുടി മാറുകയാണ് ആരോഗ്യവകുപ്പ്. ഈ 10 ദിവസം കൊണ്ട് ആരോഗ്യവകുപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കേൾക്കുമ്പോൾ മന്ത്രി വീണ ജോർജിനെ എടുത്ത് കിണറ്റിലേക്ക് ഇടാൻ തോന്നും. അത്രയ്ക്കും വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഇതിനോടകം ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിലെ പരിഷ്കാരങ്ങൾ നടക്കുമ്പോഴും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ രാവും പകലും ഉറക്കളച്ച് ആർക്കും മന്ത്രിയെ കാണാനുള്ള അവസരവും അദ്ദേഹം ഒരുക്കുന്നു. ഒരു മന്ത്രിയുടെയും അടുത്ത് ഇത്രയധികം തള്ളിക്കയറ്റമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലായിരുന്ന കെ മുരളീധരൻ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിൽ കുറച്ചു കാലമായി തിരിച്ചടികൾ നേരിട്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ പദവിയാണ്. പണമടക്കം ഒന്നും നേടിയെടുക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്, ആ കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം നാടിനു വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നു. ആരോഗ്യ മേഖലയെ അടിമുടി മാറ്റിമറിക്കാൻ തൽക്കാലം തെരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഇതിനെ ഒരു പരീക്ഷണശാലയായി എടുക്കുകയാണ്. അവിടെ നടക്കുന്ന പരീക്ഷണം വിജയിച്ചാൽ അത് മറ്റു മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റെല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി പ്രൈവറ്റ് സെക്രട്ടറിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ബ്രീഫിംഗ് മന്ത്രിക്ക് കൊടുക്കുന്നു. മന്ത്രിയുടെ മികവും പ്രായോഗിക ജ്ഞാനവും രാഷ്ട്രീയക്കാരൻ എന്ന പരിണിത പ്രജ്ഞയും ഇതിലേക്ക് ചേരുമ്പോൾ അടിമുടി മാറ്റങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന വ്യാപകമായി പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ സമഗ്ര ശുചിത്വ ദിനമായി ആഘോഷിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കടമ്പ ആശുപത്രി ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിക്കുന്ന ആശുപത്രി ശുചിത്വം കൈവിടാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ എടുത്തിരിക്കുന്നു. ആശുപത്രികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടുത്തെ ശുചിത്വമില്ലായ്മയും വൃത്തികെട്ട മണവുമാണ്. ആ പണി ചെയ്യേണ്ടവർ അത് ചെയ്യുന്നില്ല. അവർ യൂണിയൻ പ്രവർത്തനവുമായി നടക്കുന്നത് കൊണ്ട് ആശുപത്രി നാറിക്കിടക്കുന്നു. അത് ആവർത്തിക്കാതിരിക്കാൻ ചെയ്യേണ്ട ജോലി ചെയ്യാത്തവരെ മാറ്റി നിർത്താൻ അതിശക്തമായ നടപടികൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഴിച്ചുപണി ആരംഭിച്ചു കഴിഞ്ഞു. ഘട്ടം ഘട്ടമായി മാത്രമാണ് നടത്തേണ്ടത്. എന്നാൽ 10 ദിവസം കൊണ്ട് അവിടെ ഞെട്ടിക്കുന്ന ചില മാറ്റങ്ങൾ വരുത്തി. ആദ്യത്തേത് അവിടുത്തെ ക്യൂ സിസ്റ്റം പൊളിച്ചെഴുതി എന്നതാണ്. മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം, നിങ്ങൾക്ക് ഒ പിയിൽ എത്തണമെങ്കിൽ രാവിലെ 4 മണിക്ക് ക്യൂവിൽ നിൽക്കണം. 3-4 മണിക്കൂർ നിന്നാൽ നിങ്ങൾക്ക് ഒ പി ടിക്കറ്റ് കിട്ടും. പിന്നെ അടുത്ത ക്യൂ ആയി ടോക്കണ് വേണ്ടിയുള്ള ക്യൂ, അതും മണിക്കൂറുകൾ നീളും. അത് കഴിഞ്ഞ് ആശുപത്രിക്കകത്ത് കയറി പറ്റിയാൽ ഒരു കസേര കിട്ടുമെന്നേ ഉള്ളൂ. ഡോക്ടറെ കാണാൻ വീണ്ടും ക്യൂ നിൽക്കണം. ഈ ക്യൂവെല്ലാം കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മരുന്ന് വാങ്ങാനും ലാബിൽ പോവാനും ഒക്കെ വേറെയും ക്യൂ ആണ്. ഈ ക്യൂ സിസ്റ്റം അഴിച്ചു പണിയുന്നു. എല്ലാ ക്യൂവും ഒരുമിച്ചാക്കുകയാണ്. ഒരാൾ ക്യൂവിൽ വന്ന് നിന്നാൽ അയാൾക്ക് ഒ പി ടിക്കറ്റും എടുക്കാം, ടോക്കണും വാങ്ങാം, ഡോക്ടറെയും കാണാം. എന്ന് മാത്രമല്ല, ഒരു പ്രയോറിറ്റി ക്യൂ ആരംഭിക്കുന്നു. 80 വയസ്സ് കഴിഞ്ഞവർക്കും ശാരീരികമായ ഭിന്നശേഷിക്കാർക്കും ഈ ക്യൂവിൽ നിൽക്കാൻ കഴിയൂ. അവരെ അസിസ്റ്റ് ചെയ്യാൻ, അവരെ സഹായിക്കാൻ, അവരോടൊപ്പം പോകാൻ ജീവനക്കാരെ വിന്യസിക്കുന്നു. എവിടെ നിന്ന് കിട്ടും ഈ ജീവനക്കാർ എന്ന് ചോദിക്കരുത്. ഇപ്പോൾ തന്നെ ഒരു പണിയുമില്ലാത്ത ഒരുപാട് ജീവനക്കാർ ഉന്നത നേതാക്കന്മാരുടെ ഭാര്യമാരോ മക്കളോ ആയതുകൊണ്ട്, അല്ലെങ്കിൽ യൂണിയൻകാരായതുകൊണ്ട് അവിടെയൊക്കെയുണ്ട്. അവരെയൊക്കെയാണ് ഇങ്ങോട്ട് പുനർവിന്യസിക്കുന്നത്. എതിർപ്പുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് ഈ ക്യൂ സിസ്റ്റം അടിച്ചു പണിത് ഇപ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ക്യൂ നിൽക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കും, ടോയ്ലറ്റ് സൗകര്യം ഒരുക്കി കൊടുക്കും. ഇപ്പോഴിതൊന്നുമില്ല. ഈ സൗകര്യങ്ങളും അവിടെ ഇതിനോടകം നിർബന്ധമാക്കി കഴിഞ്ഞു. ഇനി ഇൻപേഷ്യൻറ്റിൻ്റെ കാര്യം നോക്കുക. അവിടെ ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു ടെസ്റ്റും നടക്കുന്നില്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത കാലത്ത് ഒരു രോഗി മരിച്ചത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ അവരുടെ ഒരു പരിപാടിയും നടക്കില്ല. കാരണം ഒ പി ടിക്കറ്റുകാർക്ക് ഒരു രോഗിക്ക് 2 പേർ വീതമുണ്ടാവും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ. അവരുടെ കാര്യം കഴിഞ്ഞു വരുമ്പോൾ ഒരു പരിശോധനയും നടക്കാതെ പോകുന്നു ഇൻപേഷ്യൻസിനെ. അതുകൊണ്ടാണ് ഇൻപേഷ്യൻസായി അഡ്മിഷൻ എടുത്താൽ ഒന്നും സംഭവിക്കാത്തത്. അവർക്ക് വേണ്ടി വിപ്ലവകരമായ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഓരോ പരിശോധനയും കഴിയുമ്പോൾ ഡോക്ടർമാർ ഓരോ ടെസ്റ്റ് എഴുതി കൊടുക്കും. രോഗിയുടെ കൂടെയുള്ളവർ ഇതും കൊണ്ട് ഓട്ടമാണ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ പലയിടത്തായാണ് പല ലാബുകൾ. ഒരു ലാബിൽ നിന്നും അടുത്ത ലാബിലേക്ക് ഓടുകയാണ്. പകൽ സമയത്ത് ഈ പ്രശ്നം തൽക്കാലം പരിഹരിക്കാൻ അവരുടെ വഴിയില്ല. എന്നാൽ എല്ലാ ലാബുകളും ഏതാണ്ട് ഒരേ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ രാത്രിയിലെ ഏറ്റവും വലിയ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. രാത്രി 8 മണിക്ക് ശേഷം ഒരു രോഗിക്ക് ഡോക്ടർ എന്ത് കുറിപ്പെഴുതി കൊടുത്താലും അതുകൊണ്ട് രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഓടി നടക്കേണ്ടതില്ല. അപ്പോൾ തന്നെ അത് കൊണ്ടുപോയി സാമ്പിൾ എടുത്ത് ടെസ്റ്റ് നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ലാബുകാരെ ഏൽപ്പിക്കുന്നു. രാത്രി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇനി ആ ഉത്തരവാദിത്വം ലാബുകാരുടേതാണ്, രോഗിയുടേതല്ല. അതിപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇവിടുത്തെ ലാബ് സിസ്റ്റം തന്നെ ഉടച്ചു വാർക്കാൻ പോവുകയാണ്. ആശുപത്രി സംരക്ഷണ സമിതി അടക്കം നിരവധി സംവിധാനങ്ങൾക്ക് അവിടെ ലാബുകളുണ്ട്. ഈ ലാബുകളെയെല്ലാം മത്സരാധിഷ്ഠിതമായി ഒരൊറ്റ കോണിലേക്ക് എത്തിക്കുക. ഈ ലാബിൽ കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുക, ലാബിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് നോക്കുക,
അങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ലാബുകൾ അടച്ചുപൂട്ടുക, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ലാബുകൾക്ക് കൂടുതൽ അവസരം കൊടുക്കുക, അങ്ങനെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്നവരെ പണി തെറിപ്പിക്കുക. ഇത് തന്നെയായിരിക്കും ഒരു അജണ്ട. 60,000 70,000 രൂപ ശമ്പളം വാങ്ങിയിട്ട് ദിവസം ഒരു ടെസ്റ്റ് പോലും നടത്താത്ത ലാബ് ടെക്നീഷ്യന്മാർ അവിടെയുണ്ട്. ഒരാൾ ഇൻപേഷ്യൻ്റായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് എഴുതി കൊടുക്കുന്ന എല്ലാ പരിശോധനകളും പിറ്റേ ദിവസം തന്നെ പൂർത്തിയാക്കണം. അത് പൂർത്തിയാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഡ്യൂട്ടി ഡോക്ടർക്കായിരിക്കും. ഒരു ദിവസം കൊണ്ട് ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ ഈ വിവരം ആ ഡോക്ടർ സൂപ്രണ്ടന്റിനെ അറിയിക്കണം. പിന്നെ സൂപ്രണ്ടന്റിന്റെ ബാധ്യതയാണ് ഈ രോഗിയുടെ ടെസ്റ്റുകൾ ഉറപ്പാക്കി കൊടുക്കേണ്ടത്. ഇതൊന്നും രോഗിയുടെ ബാധ്യതയല്ല, ആശുപത്രിയുടെ ബാധ്യതയാണ് എന്ന തരത്തിൽ കൈകാര്യം ചെയ്യുന്നു. ഇത്തരം മാറ്റങ്ങളോട് സഹകരിക്കാത്തവരെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കും, അവരെ സ്ഥലം മാറ്റും, പണിയെടുക്കുന്നവരെ മാത്രം വെച്ചാൽ മതി എന്നതാണ് നിലപാട്. പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടു, രോഗികൾ ആശുപത്രിയിലേക്ക് കുതിച്ചെത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ സർക്കാർ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചിരുന്നു. പരമാവധി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന നിലപാടാണ് അവർ എടുത്തത്. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു രോഗിക്ക് 6 മാസത്തിലൊരിക്കൽ വന്നാൽ മതിയാവും, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ഒരു രോഗിക്ക് വർഷത്തിൽ 1 വന്നാൽ മതിയാവും. എന്നാൽ ഇവർ ചെയ്യുന്നത് ഇവർക്ക് ആവശ്യമായ മരുന്ന് 1 മാസത്തേക്ക് കൊടുക്കൂ. എല്ലാവരും എല്ലാ മാസവും വന്ന് മരുന്ന് വാങ്ങണം, പരിശോധിക്കണം. അങ്ങനെ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടാൻ വേണ്ടി കാണിച്ച ഈ വൃത്തികേട് അവസാനിപ്പിക്കുന്നു. മാത്രമല്ല, രോഗിക്ക് മരുന്ന് എഴുതി കൊടുത്താൽ ഏത് ദിവസമാണോ മരുന്ന് വാങ്ങേണ്ടത് ആ ദിവസം രോഗി തന്നെ വന്നാൽ മാത്രമേ കൊടുക്കൂ. അതെല്ലാം പരിഷ്കരിക്കുന്നു. രോഗി വരേണ്ട കാര്യമില്ല. രോഗിയുടെ ബന്ധുവിന്, ഉത്തരവാദിത്വമുള്ള ആൾക്ക് ഈ കുറിപ്പുമായി എപ്പോൾ വന്നാലും മരുന്ന് കൊടുക്കണം എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അനാവശ്യമായി രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒഴിവാക്കുന്നു. രോഗിയുടെ ബന്ധുവിനെ ജോലി സമയത്തിന് ശേഷം വന്ന് വാങ്ങിക്കൊണ്ടുപോയി ഇപ്പോൾ പറയുന്ന സമയത്ത് വന്നെങ്കിൽ കിട്ടാത്ത അവസ്ഥ അത് അവസാനിപ്പിക്കുകയാണ്. സർജറി ചെയ്യുന്ന ഡോക്ടർമാർക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അങ്ങനെ ഡോക്ടർമാർ സർജറി ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടും. ദീർഘകാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറും സേവന സന്നദ്ധനായി ജോലിയെടുക്കുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമുക്കറിയാം. ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം മാത്രം ചെയ്തത് 13 സർജറിയാണ്. ഡോക്ടർ ഹാരിസിന് 13 സർജറി ചെയ്യാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നത് തന്നെയാണ് ഈ പരിഷ്കാരത്തിൻ്റെ ഗുണം. ഇത്തരത്തിൽ പണിയെടുക്കുന്ന ഡോക്ടർമാർക്ക് ആവശ്യത്തിലധികം പണി ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്ത് ഇപ്പോൾ ബാക്ക്ലോഗായി കിടക്കുന്ന 200ഓളം സർജറികൾ പൂർത്തിയാക്കി. ആരുടെയും ചികിത്സ നീണ്ടുപോകാതിരിക്കാനുള്ള നീക്കമാണ് മറ്റൊന്ന്. ഒരു ഡോക്ടർ ശരാശരി 10 സർജറി ചെയ്യുന്നു എന്നുറപ്പാക്കിയാൽ പോലും രോഗികൾക്ക് നീണ്ടകാലം ക്യൂ നിൽക്കേണ്ടി വരില്ല. ഏത് രോഗിക്കും സമയത്ത് തന്നെ ചികിത്സ കിട്ടും. മന്ത്രിയുടെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ ഏറ്റവും വിചിത്രമായ സംഗതി, 600 ബെഡുള്ള ആശുപത്രിയിൽ 400 ബെഡിൽ മാത്രമേ രോഗികൾ കാണൂ. 200 ബെഡും ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ എവിടെ നോക്കിയാലും രോഗികൾ നിലത്ത് കിടക്കുന്നത് കാണാം. അതാണ് മന്ത്രി പ്രഖ്യാപിച്ചത്, ഇനി ഒരു ഒറ്റ രോഗിയെ പോലും നിലത്ത് കിടത്തില്ലെന്ന്. അത് പുനർവിന്യസിക്കാത്തതിന്റെ കുഴപ്പമാണ്. ചിലയിടങ്ങളിൽ ആരും കാണില്ല, വെറുതെ കിടക്കും. ചിലയിടങ്ങളിൽ കൂടുതൽ രോഗികളെ കാണും, അവർ നിലത്ത് കിടക്കും. അതിന് പരിഹാരമുണ്ടാക്കുന്നു. എല്ലാ ഡോക്ടർമാരും അവരുടെ ചുമതലയുള്ള വാർഡുകളിൽ അല്ലെങ്കിൽ ഏരിയകളിൽ ആവശ്യത്തിന് രോഗികളില്ലെങ്കിൽ ഈ വിവരം റിപ്പോർട്ട് ചെയ്യണം. മറ്റു രോഗികളെ അവിടേക്ക് എത്തിക്കും. അങ്ങനെ എല്ലാ രോഗികൾക്കും എല്ലാ ബെഡുകളും തുറന്നു കൊടുത്തുകൊണ്ട് ശാസ്ത്രീയമായ ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് ബെഡ് ക്ഷാമം പരിഹരിക്കുകയാണ്. മന്ത്രി മുരളീധരൻ പറയുന്നത്, ഇത് കൃത്യമായി പുനർവിന്യസിച്ചാൽ ഒരു രോഗിക്കും നിലത്ത് കിടക്കേണ്ടി വരില്ല. നിലത്ത് കിടക്കേണ്ടി വരുന്നത് പുനർവിന്യാസം ശരിയാവാത്തത് കൊണ്ടാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാർക്കാണ്. അത് ചെയ്തില്ലെങ്കിൽ, അലംഭാവം കാണിച്ചാൽ നടപടിയുണ്ടാവും. ആശുപത്രിയിലെ ടോയ്ലറ്റുകൾ ക്ലീൻ ആക്കിയിടുക, ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, ആവശ്യത്തിന് സാധനങ്ങൾ കൊടുക്കുക, രോഗികളെ നിലത്ത് കിടത്താതിരിക്കുക, മരുന്നുകൾ ലഭ്യമാക്കുക, അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രോഗികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് തുടക്കമാണ് ഈ 10 ദിവസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരീക്ഷിച്ച് വിജയിച്ചത്. ഇതുവരെ ഒരു പണിയുമെടുക്കാതെ നേതാക്കന്മാരുടെ ഭാര്യമാരായതുകൊണ്ട് അല്ലെങ്കിൽ ആശുപത്രി വികസന സമിതിയുടെ കൊണാണ്ടർമാരായതുകൊണ്ട് സുഖമായി ജീവിച്ച കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ എന്ത് എതിർപ്പുണ്ടായാലും മാറ്റുക എന്നത് തന്നെയാണ് ലക്ഷ്യം. എല്ലാവരും പണിയെടുക്കണം ആത്മാർത്ഥമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോഡൽ പരീക്ഷിച്ച് വിജയിച്ചാൽ അത് മറ്റ് ആശുപത്രികളിലേക്കും പരീക്ഷിക്കും. എല്ലായിടത്തും ഈ രീതി കൊണ്ടുവന്ന് ആശുപത്രിയെ ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റും. വലിയ പരീക്ഷണത്തിനാണ് മന്ത്രി കെ മുരളീധരൻ തുടക്കമിട്ടിരിക്കുന്നത്. മുരളീധരന്റെ പരിഷ്കാരത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്ന യൂണിയൻകാരും കുത്തിത്തിരിപ്പുകാരും ആശുപത്രിയെ ചുറ്റിപ്പറ്റി ലാഭമുണ്ടാക്കിയിരുന്ന ആശുപത്രി വികസന മാഫിയയും ഒക്കെ രംഗത്ത് വരും. അതിനൊക്കെ അതിജീവിക്കാനുള്ള ശേഷി തനിക്കുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി മുരളീധരന്റെ ആത്മവിശ്വാസം. ആ മന്ത്രിക്കൊപ്പം നമ്മളും കൈകൊടുത്തു നിൽക്കണം. നമ്മുടെ ആശുപത്രികൾ അടിമുടി മാറണം.
നമ്മുടെ ജീവിത രീതി അടിമുടി മാറണം. അങ്ങനെ കേരളം ലോകത്തിന് വലിയൊരു മാതൃകയാവണം. പിണറായിയുടെ കാലത്തെ കള്ള മാതൃകയല്ല യഥാർത്ഥ മാതൃക.